അങ്ങനെ സരോജിനിയിൽ നിന്ന് വന്നിട്ട് സാധനങ്ങളെല്ലാം അഴിച്ച് പെറുക്കി നമ്മുടെ പെട്ടികൾ ഒന്നുകൂടി റീപാക്ക് ചെയ്തിട്ട് നമ്മൾ ഹിമാചലിലേക്ക് പോവുകയാണ് ഗൈസ്. പെട്ടിയിൽ പേരും കാര്യങ്ങളൊക്കെ, അതായത് ബസ്സിൻ്റെ കയ്യിലെ അനുസരിച്ചിട്ട് സമാധാനത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. കാശ്മീരി ഗേറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പം ഉറങ്ങിക്കിടന്ന പാവ അരുണിനെയും വിളിച്ചെണീപ്പിച്ചിട്ട് ഞങ്ങൾ ഓടിപ്പടച്ച് പോവുകയാണ്. നമ്മൾ ലേറ്റ് ആയിരുന്നു ഗൈസ്, ആസ് യൂഷ്വൽ. അങ്ങനെ വന്ന് നമ്മൾ ബസ്സിൽ സാധനങ്ങൾ ലഗേജ് പേടിയുണ്ടായിരുന്നു ലഗേജ് അത്രയും പറ്റുമെന്ന്, പക്ഷേ കയറി നമ്മൾ ഫൈനലി അതിനുള്ളിൽ കയറി. കുഴപ്പമൊന്നും ഉണ്ടായില്ല, സുഖമായിരുന്നു. ലഗേജിൻ്റെ കാര്യത്തിൽ അവർ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറഞ്ഞില്ല. സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഉള്ള കാഴ്ചയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, ഞാൻ ഫസ്റ്റ് കാണുന്നത് ഇതാണ് കേട്ടോ. അപ്പോഴേ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്തു. ഭയങ്കര ഇഷ്ടമായി. നല്ല കോടയും തണുപ്പ്. ബസ്സിൽ ഓൾറെഡി AC ആണ്, തണുപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഇതേ മഞ്ഞുമല. എനിക്കറിയാം എത്ര സന്തോഷത്തിലാണെന്നറിയാമോ. പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി. ഇത്രയും കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു സംഭവം ദേ ഫൈനലി നടക്കുകയാണെന്ന് പറയുമ്പോൾ. അങ്ങനെ ഇടയ്ക്കൊരു സ്ഥലത്ത് നമുക്ക് രാവിലെ നിർത്തി ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മൾ ദേ വീണ്ടും ഇറങ്ങുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, കംഫർട്ടബിൾ യാത്രയായിരുന്നു. ബസ് നിറയെ ആളായിരുന്നു കേട്ടോ. നമ്മളവിടെ ഓൾറെഡി ഒരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വർക്കേഷൻ പ്രോഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി. മണാലി മെയിൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്, ഒരു 1-1.5 കിലോമീറ്റർ അത്രയും കണ്ടേ ഉള്ളൂ തോന്നുന്നു. ബട്ട് സ്റ്റിൽ ആ ചേട്ടൻ നമ്മൾ 200 പറഞ്ഞു. നമ്മൾ ബാർഗൻ ചെയ്യാനേ നിന്നില്ല, വേറെ വഴിയില്ല. കാരണം എന്തായാലും ഇത്രയും ലഗേജൊക്കെ ആയിട്ട് നമുക്ക് പോയേ പറ്റുള്ളൂ. പിന്നെ ഫൈനലി ഇതേ വശിഷ് ടെമ്പിളിൻ്റെ തൊട്ടിപ്പുറത്ത് വരെ നമുക്ക് റൂം ഇട്ടിരിക്കുകയാണ്. റൂമിൽ നിന്നുള്ള ഡയറക്റ്റ് വ്യൂവും ആ ടെമ്പിളിലേക്കാണ് കേട്ടോ. അങ്ങനത്തെ ഇതാണ് നമ്മുടെ റൂം. എങ്ങനെയുണ്ട്?